അവളുടെ ചോദ്യം കേട്ടിട്ട് മാളുവിൻ്റെ ദേഷ്യം ഒന്നുകൂടി കൂടിയെങ്കിലും അവളുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ മനസ്സ് വന്നില്ല. അത് ഏട്ടനൊരു സർപ്രൈസ് കൊടുക്കാൻ. കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. അതാ അവൾ പരമാവധി നാണം വ്യാരി വിതറി പറഞ്ഞു. പ്രിയയെ നോക്കി ഒന്ന് കണ്ണുറുക്കി കാണിച്ചിട്ട് അകത്തേക്ക് നടന്നു. മാളുവിൻ്റെ ആ മറുപടി പ്രിയ തീരെ പ്രതീക്ഷിച്ചില്ല. ഈ സന്തോഷം അധികം നാൾ നിന്റെ മുഖത്തുണ്ടാവില്ല മാളയുക. ഗൗതം തന്നെ നിന്നെ വേണ്ട എന്ന് പറയും. ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഒരിക്കലും എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നടന്നു പോകുന്ന മാളുവിനെ നോക്കി പ്രിയ പല്ലുറുമ്മി. ഗൗതം കയറി വരുന്നത് കണ്ടെങ്കിലും മാളു നോക്കാൻ പോയില്ല. കയ്യിലുള്ള ഫയലിൽ തന്നെ നോക്കിയിരുന്നു. അവളെ കടന്നു പോകുമ്പോൾ നോക്കാതെ തല താഴ്ത്തിയിരിക്കുന്ന അവളെ കണ്ട് അവന് ചിരി വന്നു. ഒരു കൊച്ചുകുട്ടി പിണങ്ങിയിരിക്കും പോലെ ആണ് അവന് തോന്നിയത്. ഏറെ നേരം കൊണ്ടും വിളിച്ചിട്ടും ദക്ഷിണ ഫോൺ എടുക്കാത്തതിൻ്റെ ടെൻഷനിലായിരുന്നു മനു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട്. വീട്ടിൽ കാണാൻ ചെന്നെങ്കിലും കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവൾ വാതിൽ തുറന്നില്ല. ഒരിക്കൽ കൂടെ വിളിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു. ഇത്തവണയും എടുക്കില്ല എന്ന് തന്നെയാണ് തോന്നിയത്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി ചിലമ്പിച്ച ശബ്ദം മറുവശത്തു നിന്നും കേട്ടു. ദച്ചു, എത്ര ദിവസം കൊണ്ട് വിളിക്കുക ഞാൻ, എന്താടാ ഫോൺ എടുക്കാത്തത്? മനുവിൻ്റെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. എടുത്തിട്ട് എന്ത് പറയാനാ? എൻ്റെ ഏട്ടൻ്റെ സുഖവിവരത്തെ പറ്റിയോ അതോ തകർന്നു നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയോ? ഇത്തവണ അവളുടെ സ്വരത്തിൽ വാശിയും കലർന്നു. ദർശൻ ചെയ്തതിനെ നീ ഇപ്പോഴും ന്യായീകരിക്കുകയാണോ ദച്ചു? എല്ലാം നിനക്കറിയാവുന്നതല്ലേ. ഭാഗ്യം കൊണ്ട് മാത്രം ആണ് ഗൗതം രക്ഷപ്പെട്ടത്. മറിച്ചായിരുന്നെങ്കിലോ? നീരസം കലർന്ന സ്വരത്തിൽ അവൻ ചോദിച്ചു. ഞാൻ ആരെയും ന്യായീകരിക്കാനും ഇല്ല, ഒന്നിനുമില്ല. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. എന്നെ ഇനി വിളിക്കരുത്. അവൾ പൊട്ടിത്തെറിച്ചു. മനീഷിൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ വിളിക്കുന്നതാണ് നിന്റെ സമാധാനം കളയുന്നെങ്കിൽ ഇനി ഞാൻ വിളിക്കില്ല ദച്ചു. സോറി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് കള അട്ടാക്കുന്ന സൗണ്ട് കേട്ടു. മനു തളർച്ചയുടെ കട്ടിലിലേക്ക് ഇരുന്നു. എത്ര എളുപ്പത്തിലാണ് അവൾ പറഞ്ഞത് ഇനി വിളിക്കരുതെന്ന്. അപ്പോൾ താൻ അവൾക്ക് ആരുമല്ലായിരുന്നു. മറുവശത്ത് ദച്ചവും കരയുകയായിരുന്നു. മനുവേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ വേണ്ട, ഏട്ടനെ വേദനിപ്പിച്ച് ഒന്നും വേണ്ട. സീറ്റിലിരുന്ന ഗൗതമിൻ്റെ ക്യാബിനിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു മാളു. പ്രിയാകത്തേക്ക് കയറിയിട്ട് 1 മണിക്കൂർ ആയി. ഇതിനു വേണ്ടി എന്താണോ എന്തോ സംസാരിക്കാൻ ഉള്ളത്. അവൾ കയ്യിൽ കിട്ടിയ ഫയലും എടുത്തു ചെന്നു. നോക്ക് ചെയ്ത ഉടൻ മറുപടിക്ക് കാത്തു നിൽക്കാതെ അകത്തേക്ക് കയറി. രണ്ടാളും അടുത്തടുത്തിരുന്നു. ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുന്നുണ്ട്. ഗൗതത്തിൻ്റെ കണ്ണുകൾ സ്ക്രീനിലായിരുന്നു. എങ്കിൽ പ്രിയയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തായിരുന്നു. മാളിനത് വല്ലാത്ത ഈർഷ്യ ഉണ്ടാക്കി. ഏട്ട അവൾ ഉറക്കെ വിളിച്ചു. പ്രിയ ഒന്ന് ഞെട്ടി ഗൗതമിൽ നിന്നും നോട്ടം മാറ്റി. ഗൗതം അത് ഞെട്ടിലായിരുന്നു. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഏട്ട എന്ന് ഓഫീസിൽ വെച്ച് വിളിച്ചതിന് അവളെ വഴക്ക് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞതാ മേഡം, അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്ന്. ഓഫീസല്ലേ, പക്ഷേ ഏട്ടൻ സമ്മതിക്കുന്നില്ലെന്നേ. അവൾ നിഷ്ക്രിയായി നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗതത്തിൻ്റെ ആണെങ്കിൽ കണ്ണുകൾ ഇപ്പോൾ പുറത്തു വീഴും എന്ന സ്ഥിതിയായി. ഇത് ഞാൻ വിശ്വസിക്കണമായിരിക്കും അല്ലേ? പ്രിയ പുച്ഛത്തോടെ പറഞ്ഞു. ഗൗതം പേഴ്സണൽ ബന്ധങ്ങൾ ബിസിനസ്സിൽ കാണിക്കില്ല എന്ന് മറ്റൊരാളെക്കാളും നന്നായി എനിക്കറിയാം. മാഡത്തിന് വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. തൊട്ടടുത്ത് തന്നെ ഇരിക്കുവല്ലേ ആള്. മാളവും വിട്ടുകൊടുത്തില്ല. ഒപ്പം ഗൗതമിൻ്റെ കണ്ണുകൾ കൊണ്ട് കൂർപ്പിച്ചു നോക്കി. പ്രിയ, അതൊക്കെ എൻ്റെ മാത്രം പേഴ്സണൽ കാര്യങ്ങൾ ആണ്. നമ്മൾക്കിടയിൽ അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ബാക്കി പ്രസൻറ്റേഷൻ ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്തോളാം. പ്രിയ പോയിക്കോളൂ. അവനോട് ചോദിക്കാൻ വന്നപ്പോഴേക്കും ഗൗതത്തിൻ്റെ എടുത്തടിച്ച പോലെ ഉള്ള മറുപടി കേട്ടിട്ട് പ്രിയയുടെ മുഖം വിളറി വെളുത്തു. മാളുവിനെ നോക്കിയപ്പോൾ അവൾ ചിരി അമർത്തി നിൽക്കുന്നത് കണ്ടു. ഗൗതമിൻ്റെ മറുപടി അത് തന്നെയായിരിക്കും എന്ന് മാളുവിന് ഉറപ്പായിരുന്നു. ഇതുവരെ മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്തിട്ടില്ല. അതാണ് ആ മനസ്സിൽ താൻ ഉണ്ടെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ്. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം വിരിഞ്ഞപ്പോൾ പ്രിയയുടെ കണ്ണുകളിൽ തെളിഞ്ഞത് പക ആയിരുന്നു. ഒന്നും മിണ്ടാതെ പ്രിയ പുറത്തേക്ക് പോയി. പോകുന്നതിന് മുമ്പ് മാളുവിനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കാനും മറന്നില്ല. പ്രിയ പുറത്തേക്കിറങ്ങി ഉടനെ തൻ്റെ നേരെ നടന്നു വരുന്ന ഗൗതമിനെ കണ്ടതും മാളുവിൻ്റെ മനസ്സിൽ അപായമണി മുഴങ്ങി. ഈശ്വര, ഇപ്പോൾ കിട്ടും. അന്ന് കിട്ടിയത് തന്നെ മറന്നിട്ടില്ല. പുറത്തേക്ക് ഓടാൻ തോന്നി. എങ്കിലും അവൾ പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റി ധൈര്യം സംഭരിച്ചു നിന്നു. നോ മാളു, നോ. ഇപ്പോൾ തോറ്റുകൊടുത്താൽ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ചകുത്താനെ വരുതിയിലാക്കണം എങ്കിൽ നീ കുറച്ചുകൂടെ ധൈര്യം കാണിച്ചേ മതിയാകൂ, അവൾ സ്വയം പറഞ്ഞു. എപ്പോഴാടി നിന്നോട് ഞാൻ ഏട്ട എന്ന് വിളിക്കാൻ പറഞ്ഞത്? ഓഫീസിൽ വെച്ച് സാർ എന്ന് വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവളുടെ കൈ പിടിച്ച് പിറകിൽ തിരിച്ചു പിടിച്ചവൻ പറഞ്ഞു. കൈ വേദനിച്ചെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. പിന്നെ എനിക്ക് സൗകര്യമില്ല. ഞാൻ ഏട്ടൻ തന്നെ വിളിക്കൂ. ഭർത്താവിനെ കയറി സാർ എന്ന് വിളിക്കാൻ ഒന്നും മാളുവിനെ കിട്ടില്ല. പരാതിയുണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കൂ. അല്ല പിന്നെ. അവളുടെ ആ മറുപടി അവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കയ്യിലുള്ള പിടുത്തം തന്നെ അയഞ്ഞു. എന്ത് പറയണമെന്നറിയാതെ തന്നെ നോക്കി അന്തം വിട്ടു നിൽക്കുന്ന ഗൗതമിനെ കണ്ടതും അവളുടെ ധൈര്യം ഒന്നുകൂടി കൂടി. ഗൗതമിൻ്റെ മനസ്സ് അപ്പോഴും മാളുവിൻ്റെ ഭാവമാറ്റത്തിൻ്റെ കാരണം ചുകയായിരുന്നു. പിന്നെ ഈ മാളവിക എന്നുള്ള വിളി നിർത്തിക്കോ. എല്ലാവരും വിളിക്കുന്ന പോലെ മാളു എന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെല്ലപ്പേര് വിളിച്ചോ. ഇനി എങ്ങാനും എന്നെ മാളവിക എന്ന് നീട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വിളിക്കുന്നത് പോലെ ഞാനും മോനുട്ട എന്ന് വിളിക്കും. അതും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിളിക്കും, അവൾ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. കേട്ടതൊക്കെ സത്യമാണ് എന്നുള്ള സംശയത്തിൽ ആയിരുന്നു ഗൗതം. അവളിൽ നിന്നും ഒരിക്കലും ഇങ്ങനൊരു മടുപറി പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ അവൾ
ഏട്ട എന്ന് വിളിക്കും തന്നെയാണ് ഇഷ്ടം. എങ്കിലും വെറുതെ ഒന്ന് വിരട്ടി നോക്കാം എന്ന് വിചാരിച്ചത്. ഗൗതം എന്തൊക്കെയോ ആലോചിച്ചു നിൽക്കുന്നത് കണ്ട മാളു പതിയെ അവൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പുറത്തേക്ക് ഇറങ്ങി. നെഞ്ചിൽ കൈവച്ച് നോക്കി. അവൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഗൗതം അവൾ പോയെന്ന് മനസ്സിലാക്കുന്നത്. ചിരിയാണ് വന്നത്. സത്യം പറഞ്ഞാൽ അവളുടെ ഈ വാശിയും കുസൃതിയുമാണ് മനസ്സിലേക്ക് അവളെ ഇടിച്ചു കയറ്റിയത്. അതൊക്കെ വീണ്ടും വീണ്ടും കാണാനാണ് ഇഷ്ടമായിരുന്നിട്ടും തുറന്നു പറയാത്തത്. സീറ്റിലിരുന്ന് പ്രിയ നോക്കുന്നത് കണ്ടപ്പോൾ അവൾക്കൊരു കുസൃതി തോന്നി. മുടിയൊക്കെ ഒന്ന് ശരിയാക്കുന്നത് പോലെ കാണിച്ചിട്ട് സീറ്റിലേക്ക് പോകാൻ തുടങ്ങി. പ്രിയ ഇരിക്കുന്ന സ്ഥലം എത്തിയതും അവൾ ചുണ്ടു പിടിച്ചു നോക്കി. ഈ ഏട്ടൻ്റെ ഒരു കാര്യം വന്ന് വന്ന് ഓഫീസ് ആണെന്നൊരു ബോധ്യവുമില്ല. അവൾ നാണിച്ച് ഭാവിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു. കുറച്ചു ദൂരം എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. പ്രിയയുടെ മുഖം ആകെ വലിഞ്ഞു മുറുകെ ഇരിപ്പുണ്ട്. കയ്യിലിരിക്കുന്ന പേന ഇപ്പോൾ ഞെരിച്ചൊടുക്കും എന്ന് തോന്നി. തികട്ടി വന്ന ചിരടക്കെ പിടിച്ചൊരു മൂളിപ്പാട്ടും പടയിൽ സീറ്റിലേക്ക് നടന്നു. കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളിൽ തന്നെ ആയിരുന്നു പ്രിയയുടെ മനസ്സ്. മാളു പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? ഗൗതം അവളെ സ്നേഹിക്കാൻ തുടങ്ങിക്കാണുമോ? തലയാകെ ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി പ്രിയക്ക്. ഗൗതമിൻ്റെ ക്യാബിനിൽ ഡോർ തുറക്കുന്നത് കേട്ട് അങ്ങോട്ടേക്ക് നോക്കി. ചുണ്ടിൽ ഒരു ചിരിയോടെ പുറത്തേക്കിറങ്ങുന്ന ഗൗതമിനെ കണ്ടപ്പോൾ അവളുടെ നെഞ്ചൊന്നു പിടഞ്ഞു. ചുറ്റിനും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ്റെ കണ്ണുകൾ കിഷോറിനോട് സംസാരിച്ച് നിൽക്കുന്ന മാളവിൽ തറഞ്ഞു നിൽക്കുന്നതും ആ കണ്ണുകൾ കുസൃതി വിരിയുന്നതും പ്രിയ നോക്കി നിന്നു. ജോലിയൊക്കെ തീർത്ത ശേഷം പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഗൗതം വിളിക്കുന്നത്. ഇതെന്താ ഇപ്പോൾ ഇങ്ങനൊരു വിളി? പതിവില്ലാത്തതാണല്ലോ. രാവിലത്തെ ആ സംഭാഷണത്തിന് ശേഷം മുന്നിൽപ്പെടാതെ നടക്കുകയായിരുന്നു മാളു. കാണേണ്ട സാഹചര്യങ്ങളൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കി. കണ്ടാൽ വെറുതെ വിടില്ല എന്ന് ഉറപ്പായിരുന്നു. ബെൽ തീരാറായി എന്ന് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ എടുത്തു. വെറുതെ എന്തിനാ ഫോൺ എടുക്കാത്തതിനും കൂടി കേൾക്കുന്നത്. ഹലോ, നീ ഇറങ്ങാറായോ? യാതൊരു മുഖവരയും ഇല്ലാതെ തന്നെ ചോദ്യമെത്തി. അതെ, എല്ലാം ചെയ്തു തീർത്തു. ഇറങ്ങാറായി തുടങ്ങുമായിരുന്നു. ഇതെന്താ ഇപ്പോൾ പതിവില്ലാത്തൊരു അന്വേഷണം? അവൾക്ക് സംശയം തോന്നി. പറ, എന്നാ ഇപ്പോൾ ഇറങ്ങണ്ടേ? എന്നാ ഇപ്പോൾ ഇറങ്ങേണ്ട. മഴ വരുന്നുണ്ട്. എനിക്ക് കുറച്ച് മെയിൽ ചെക്ക് ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഒന്നിച്ചു പോകാം. സ്കൂട്ടി അടിയിരിക്കട്ടെ. നാളെ വൈകിട്ട് തിരിച്ചു കൊണ്ടുപോകാം. മറുപടിയായി ഒന്ന് മൂളിയപ്പോഴേക്ക് മറുവശത്തു നിന്നും കട്ട് ചെയ്തു. അമ്പട, രാവിലെ പറഞ്ഞതിൻ്റെ ബാക്കി വണ്ടിയിൽ വെച്ചു തരാനാണ്. ആ പ്ലാൻ മോൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ഉള്ളൂ. വന്നത് ഒറ്റക്കാണെങ്കിൽ തിരിച്ചു പോകാനും എനിക്കറിയാം, അവൾ ഫോണിൽ നോക്കി പറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ എല്ലാം എടുത്തു പുറത്തേക്ക് ഇറങ്ങി. മെയിൽ ചെക്ക് ചെയ്തിട്ട് വരുന്നതിന് മുമ്പ് വീട്ടിൽ എത്തണം. മാനത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ഇരുൾമൂടി ഇരിക്കുന്നു. ഏത് നിമിഷവും മഴ പെയ്യാം. വീശിയടിക്കുന്ന കാറ്റും അതിൻ്റെ സൂചന തന്നു. അപ്പോൾ വെറുതെ പറഞ്ഞതല്ല, ശരിക്കും ഞാൻ മഴ നനയാതിരിക്കാനാണല്ലേ. പക്ഷേ കൂടെ പോകുന്നത് ബുദ്ധിയല്ല. എപ്പോഴാ ചെകുത്താൻ്റെ സ്വഭാവം മാറുന്നെന്ന് പറയാൻ പറ്റില്ല. എത്രയും വേഗം വീട്ടിലെത്തണം. അവൾ ഒട്ടും സമയം കളയാതെ വണ്ടിയെടുത്തു. മെയിലൊക്കെ ചെക്ക് ചെയ്തു കഴിഞ്ഞ് ഗൗതം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാളുവിനെ കണ്ടില്ല. പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യുകയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ പരിസരത്തൊന്നും കണ്ടില്ല. അവളുടെ സ്കൂട്ടിയും ഉണ്ടായിരുന്നില്ല. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്ക് അവന് നല്ല ദേഷ്യം വന്നു. മഴ നനഞ്ഞ് പനി പിടിപ്പിച്ചു വച്ചാലേ അവൾക്ക് സമാധാനമാകൂ. അങ്ങോട്ട് വരട്ടെ, ഞാൻ പോകുന്ന വഴിയെല്ലാം അവൾ ഉണ്ടോ എന്ന് നോക്കി വളരെ പതുക്കെ ആണവൻ വണ്ടി ഓടിച്ചത്. മഴ ശക്തമായി കൊണ്ടിരുന്നു. ഓരോ മരച്ചുവട്ടിലും അവൻ്റെ കണ്ണുകൾ അവളെ തിരഞ്ഞു. കുറച്ചേറെ ദൂരം പോയപ്പോൾ പരിചിതമായ സ്കൂട്ടി അരികിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. വണ്ടി സൈഡിലേക്ക് ഒതുങ്ങി നോക്കിയപ്പോഴാണ് ഒരു കടത്തിണ്ണയിൽ കയറി നിൽക്കുന്ന അവളെ കണ്ടത്. വേറെയും ആളുകളുണ്ട് ചുറ്റും. ആകെ നനഞ്ഞൊലിച്ചാണ് നിൽക്കുന്നത്. റെയിൻകോട്ട് എടുത്തിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഓരോ തവണ ഇടിമുഴങ്ങുമ്പോഴും ഞെട്ടുന്നുണ്ട്. മാനത്തേക്ക് നോക്കി എന്തൊക്കെയോ പറയുന്നുമുണ്ട്. മഴയെ നോക്കി പദം പറയുകയായിരുന്നു മാളു. ഇനിയും ഒരു 10-15 മിനിറ്റ് കൂടി ഉണ്ട് വീട്ടിലേക്ക്. ഈ മഴക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് പെയ്താൽ പോരായിരുന്നു. ഇങ്ങനെ മഴ നനഞ്ഞു നിൽക്കുന്ന ചെകുത്താനെങ്ങാനും കണ്ടാൽ തീർന്നു. ഭഗവാനെ, പെട്ടെന്നങ്ങ് തോർന്നാൽ മതിയായിരുന്നു. ആകെ നനഞ്ഞൊലിച്ചു ആയിരുന്നു നിന്നത്. കൂടെ നിൽക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയതും അവൾക്ക് ഒരു ജാള്യത അനുഭവപ്പെട്ടു. പെട്ടെന്നാണ് തോരണേ എന്നും പറഞ്ഞ് നേരെ നോക്കിയത് താഴ്ത്തിയിട്ടിരിക്കുന്ന വിൻഡോ ഗ്ലാസ്സിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന ഗൗതമിൻ്റെ മുഖത്തേക്കാണ്. മുഖം ആകെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ മതിയായി. ഒന്നും മിണ്ടാതെ ഓടിച്ചെന്ന് കാറിൽ കയറി. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് നേരെ തന്നെ നോക്കിയിരുന്നു. സൈഡിലേക്ക് നോക്കാനേ പോയില്ല. അല്ലാതെ തന്നെ തൻ്റെ നേർക്ക് വരുന്ന കത്തുന്ന നോട്ടം അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒരക്ഷരം മിണ്ടാതെ ഗൗതം വണ്ടിയെടുത്തു. ഓരോ നിമിഷവും കൂടുന്ന വേഗത അവളെ ഭയപ്പെടുത്തുണ്ടായിരുന്നു. എങ്കിലും പ്രതികരിക്കാൻ പോയില്ല. വീട്ടിലെത്തിയ ഉടനെ ഗൗതം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോഴേക്ക് അവളോടെ അകത്തെത്തിയിരുന്നു. എന്താ ഇത് മാളു, ആകെ നനഞ്ഞല്ലോ. നീ പറഞ്ഞതല്ലേ ഞാൻ ഇന്ന് അവൻ്റെ കൂടെ പോയാൽ മതിയെന്ന്. എങ്കിൽ ഇങ്ങനെ നനയമായിരുന്നു. പോയി ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്ക്. തണുപ്പടിച്ച് വല്ലതും വരുത്തി വെക്കാതെ. ആകെ നനഞ്ഞൊലിച്ചു അകത്തേക്ക് കയറി വരുന്ന മാളുവിനെ കണ്ട് ബീന വഴക്ക് പറഞ്ഞു. നിന്റെ കൂടെ ആയിരുന്നോ മോനു ഇവൾ വന്നത്? എന്നിട്ടാണ് ഇത്രയും നനഞ്ഞത്? പിറകെ നടന്നു വരുന്ന ഗൗതമിനോടായിരുന്നു ചോദ്യം. ബാക്കി കേൾക്കാൻ നിന്നില്ല. വേഗത്തിൽ റൂമിലേക്ക് നടന്നു. തണുത്തിട്ട് ശരീരത്തിനാകെ ഒരു വിറയൽ. പണ്ടേ അങ്ങനെയാണ്. മഴ തീരെ പറ്റില്ല. പെട്ടെന്ന് തന്നെ പനി കയറിക്കൊള്ളും. പുറത്തേക്ക് ഇറങ്ങിയപ്പോയെ കണ്ടു കൈയും കെട്ടി മുമ്പിൽ നിൽക്കുന്ന ഗൗതത്തിന്. മുഖത്തെ
ഗൗരവം കണ്ടപ്പോൾ അറിയാതെ തല താഴ്ന്നു. ഏത് നേരത്താണോ എന്തോ സ്കൂട്ടി എടുത്ത് വരാൻ തോന്നിയത്. പറഞ്ഞതങ്ങു കേട്ടാൽ മതിയായിരുന്നു. ഹാച്ചി, പെട്ടെന്നാണ് ഓർക്കപ്പുറത്ത് തുമ്മൽ വന്നത്. മഴ നനഞ്ഞിട്ടാകണം. തടഞ്ഞു നിർത്തുമ്പോഴേക്ക് പിന്നാലെ 3-4 കൂടി പോന്നു. ദയനീയമായി അവനെ നോക്കി. പക്ഷെ യാതൊരു ഭാവമാറ്റും ആ മുഖത്ത് കണ്ടില്ല. അരികിലേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ അറിയാതെ കാലുകൾ പിന്നോട്ട് ചലിച്ചു. ബെഡിൽ ചെന്ന് തട്ടിയപ്പോൾ അറിയാതെ ഇരുന്നു പോയി. ഒന്നും മിണ്ടാതെ കയ്യിൽ നിന്നും ടവൽ വാങ്ങി. പിന്നെ ഒരു തല തോർത്തലായിരുന്നു. അലക്കുകല്ലിൽ ഇട്ട് തുണി തിരുമ്പും പോലെയാണ് മാളുവിന് തോന്നിയത്. തലയാകെ കിടന്ന പമ്പരം പോലെ കറങ്ങുന്നുണ്ട്. ഉള്ള ദേഷ്യം മുഴുവൻ തിരുമ്മി തീർക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പതുക്കെ തലയിൽ തൊട്ടു നോക്കി. ഭാഗം അവിടെ തന്നെ ഉണ്ട്. എന്തൊക്കെ ബോധം വരാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ കാണുന്നത് മുമ്പിൽ ഒരു കയ്യിൽ രാസ്നാദിയുമായി നിൽക്കുന്നതാണ്. ഇനി ഇതും ഉണ്ടോ ഭഗവാനെ? ദയനീയമായി നോക്കിയെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല. പൂർവാധികം ശക്തിയോടെ അതും തിരുമ്മി പിടിപ്പിച്ചു. അത് ഞാൻ രാവിലത്തേതിന് വഴക്ക് പറയാൻ ആണെന്ന് വിചാരിച്ചു. മഴ പെയ്യും എന്ന് വിചാരിച്ചില്ല. കള്ളം പിടിക്കപ്പെട്ട കുഞ്ഞുകുട്ടിയെപ്പോലെ തല താഴ്ത്തിയിരുന്നു പറയുന്ന അവളെ കണ്ടപ്പോൾ അവന് ചിരി വന്നു. ആദ്യത്തെ തവണ ആയതുകൊണ്ട് വിട്ടേക്കുന്നു. ഇനിയിൽ മേലെ ഇങ്ങനെ ചെയ്യും. മുമ്പ് നേരത്തെ കിട്ടിയതങ്ങ് ഓർത്താൽ മതി. ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ദുഷ്ടൻ, മനഃപൂർവ്വമായിരുന്നു അല്ലേ? ഒന്നും പറയാൻ പോയില്ല. തിരിച്ചു മിണ്ടാതെ തല കുലുക്കി. ഇനിയും ഇതുപോലെ ഒരു തലതോർത്തൽ കൂടി ഏറ്റുവാങ്ങാൻ ഉള്ള ശക്തിയോടെ തലക്കില്ലായിരുന്നു. എന്നാ പോയി ഒരു കോഫി ഇട്ടുകൊണ്ട് വാ, എനിക്കൊന്ന് കുളിക്കണം. കോഫി കൊടുക്കാതെ കുളിക്കരുത് എന്ന് ചിലരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അവനൊരു ചെറിയ കുസൃതി ചിരിയോടെ പറഞ്ഞു. അവൻ്റെ ദേഷ്യവും പിണക്കും ഒക്കെ മാറി എന്ന് കണ്ടപ്പോൾ അവളുടെ ഉള്ളിലും സന്തോഷം നിറഞ്ഞു. ഉറക്കത്തിൽ ഗോതമിൻ്റെ ശബ്ദം കേട്ട് മാളു കണ്ണു വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ കഴിയുന്നില്ല. തലക്കാകെ ഒരു ഭാരം പോലെ. ഒടുവിൽ ആയാസപ്പെട്ട് കണ്ണുകൾ തുറക്കുമ്പോൾ ഗൗതം മുന്നിൽ തന്നെ ഉണ്ട്. എന്താണ് മുഖത്തെ ഭാവം എന്ന് വ്യക്തമായില്ല. ദേഷ്യവും ടെൻഷനും ആശ്വാസവും എല്ലാം ആ മുഖത്തുണ്ട്. എന്തെന്നോ ഒരെണ്ണം അങ്ങോട്ട് തന്നാലുണ്ടല്ലോ. മഴയും കൊണ്ട് പനിയും പിടിച്ചേച്ചിരിക്കുക. എണീറ്റ് ഈ മരുന്ന് കഴിക്ക്. അതൊക്കെ മഴ നനയുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. മര്യാദക്ക് കഴിച്ചോ നീ, ഇല്ലെങ്കിൽ കിട്ടും എൻ്റെ കയ്യിൽ നിന്നും. അവളുടെ വാശി കണ്ടവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതൊരു പേപ്പറിൽ വെച്ച് പൊതിഞ്ഞു ചപ്പാത്തിക്കോലും കൊണ്ട് ഇടിച്ച് പൊടിച്ചിട്ട് പഞ്ചസാര ചേർത്ത് അമ്മ എനിക്ക് തരാറ്. അപ്പോൾ കയ്പില്ല. അവൻ കുറച്ചു നേരം അവളെ ദഹിപ്പിച്ചു നോക്കി. പിന്നെ എണീറ്റ് പോയി അവൾ പറഞ്ഞ പോലെ കൊണ്ടുവന്നു. അവൾക്ക് വല്ലാത്ത അതിശയം തോന്നി. എങ്കിലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് കഴിച്ചു. പുതപ്പിനാൽ ചുരുണ്ടുകൂടി കിടന്നിട്ടും തണുപ്പ് കുറയുന്നില്ല എന്ന് തോന്നി അവൾക്ക്. നെറ്റിൽ നനച്ചിട്ടിരിക്കുന്ന തുണിയിൽ നിന്നും ശരീരമാകെ തണുപ്പ് പടരുന്നത് പോലെ. ഗോതം പെട്ടെന്ന് തന്നെ അവളുടെ ബ്ലാങ്കറ്റിനുള്ളിലേക്ക് കയറി അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി. പുറത്തും കൈകളിലും ഒക്കെ മെല്ലെ തിരുമ്മി കൊടുത്തു. മാളുവിന് എല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. ഒരിക്കലും അവസാനിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനോഹരമായ സ്വപ്നം. അന്നാദ്യമായി അവൻ്റെ ഹൃദയതാളം കേട്ട് മയങ്ങുമ്പോൾ സമയം ഈ നിമിഷം നിശ്ചലമായിരുന്നെങ്കിൽ എന്ന പോലും അവളുടെ മനസ്സ് ചിന്തിച്ചു. രാവിലെ എണീക്കുമ്പോഴേക്കും പനി വിട്ട് മാറിയിരുന്നു. വല്ലാത്തൊരു ഉന്മേഷം തോന്നി മാളുവിന്. ഗോതമിന് വേണ്ടി കണ്ണുകൾ ചുറ്റും പരതിയെങ്കിലും നിരാശയായിരുന്നു ഫലം. കാണുന്നില്ലല്ലോ. ഇനി ഇന്നലെ നടന്നതൊക്കെ സ്വപ്നം ആണോ ദൈവമേ? കഞ്ഞിയും അച്ചാറുമായി ഉള്ളിലേക്ക് വരുന്ന ഗോതമിനെ കണ്ടപ്പോഴാണ് ചിന്തകൾക്ക് വിരാമം വിട്ടത്. വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞിട്ട് ബെഡ്റൂമിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായി ഇഷ്ടമില്ലാത്ത ആളാണെന്നും ഊണുമേശയിൽ ഇരുന്ന് മാത്രമേ കഴിക്കാറുള്ളൂ. എത്ര വയ്യെങ്കിലും അങ്ങനെ ചെയ്യൂ. ആ ആളാണ് ഇപ്പോൾ ചോദിക്കാതെ തന്നെ ഭക്ഷണവും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. മാളു ആ തുറക്കുന്നു കണ്ടിട്ടാകാം അവൻ കുറച്ചു കൽപ്പിട്ടു. പെട്ടെന്ന് പോയി ബ്രഷ് ചെയ്തിട്ട് വരുമ്പോഴേക്കും അവൻ മുമ്പിലുള്ള ടേബിളിൽ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. കഴിക്ക്, എന്നിട്ട് വേണം അടുത്ത ഗുളിക കഴിക്കാൻ. സമയം വൈകിയാൽ പിന്നെയും പനി കയറിക്കൊള്ളും. അവൾക്ക് ഇരിക്കാൻ വേണ്ടി അവൻ കസാര നീക്കിക്കൊടുത്തു. വാരിത്തരാൻ പറഞ്ഞാലോ? നേരെ പറഞ്ഞാൽ കേൾക്കിൽ. അല്പം വളഞ്ഞ വഴി പിടിക്കാം. എനിക്ക് അമ്മയെ വാരിത്തരിക. പനിയുള്ളപ്പോൾ തനിയെ കഴിക്കാൻ എനിക്ക് തോന്നില്ല. അവൾ പരമാവധി ദുഃഖം മുഖത്ത് വരുത്തി പറഞ്ഞു. കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടാതെ നിന്ന് നോക്കുന്നത് കണ്ടു. പ്ലാൻ ചീറ്റിപ്പോയി എന്നുള്ള നിരാശയിൽ കഞ്ഞിയിലേക്ക് നോട്ടം ചെന്നു. തൊട്ടടുത്ത കസാരയിൽ വന്നിരുന്ന ഒരു സ്പൂണിൽ കഞ്ഞി കോരി തൻ്റെ നേരെ നീട്ടുന്ന ഗോതമിനെ അവൾ നോക്കിയിരുന്നു. അറിയാതെ വാ തുറന്നുപോയി. ദേഷ്യമോ മടുപ്പോ പ്രതീക്ഷയിലൊന്നും മുഖത്ത് പകരം ഒരു ചെറുപുഞ്ചിരിയാണ് അവൾക്ക് കാണാൻ സാധിച്ചത്. നോട്ടത്തിൽ പോലും കുസൃതി ഒളിപ്പിച്ചു വെച്ചതുപോലെ. കഴിച്ചു തീർക്കുന്ന ആഹാരത്തോടൊപ്പം അവളുടെ മനസ്സും നിറയുന്നുണ്ടായിരുന്നു.